الدنيا أقل من القليل وعاشقها أذل من الذليل. ഈ നിസ്സാരമായ ദുനിയാവ് കിട്ടിയാൽ എന്ത്, നഷ്ടപ്പെട്ടാൽ എന്ത് കാര്യമുണ്ട്? വളരെ ചിന്തിക്കണം. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ചിന്തിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. അന്നിഅമത്തുൽ ഊലാ അവ്വലുഹാ അൽ ഇസ്ലാം എന്ന് ദുആ ചെയ്യേണ്ട കാര്യം ഇസ്ലാം. റബ്ബേ എന്നെ മുസ്ലിമാക്കണം, റബ്ബേ എന്നെ മുസ്ലിമായി നിലനിർത്തണം, റബ്ബേ ഇസ്ലാമിയത്ത് ഉണ്ടാക്കണം, റബ്ബേ ഇസ്ലാമിയത്ത് എനിക്ക് വർദ്ധിക്കണം, റബ്ബേ ഈമാൻ വർദ്ധിക്കണം, റബ്ബേ ഇസ്ലാം വർദ്ധിക്കണം. ഇതന്നെ. ബാക്കിയൊക്കെ എന്താ? ഇത് അവന്റെ കൂടെ ഖബറിൽ പാർക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇനി ഒന്നും പ്രധാനമല്ല. ഇനി ഒന്നും പ്രധാനം ചിന്തിക്കണം. നിഅമത്തുകളുടെ മേൽഘടകങ്ങൾ 3 എണ്ണമാണ്. ഒരിക്കലും ആ 3 ഘടകങ്ങളായ നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് 3 ഘടകങ്ങൾ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താണ് അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടത് എന്നാണ്. എന്താണ് ദുആ ചെയ്യേണ്ടത്? ഇതാദ്യം മനസ്സിലാക്കണം. ദുആ ചെയ്യുന്നത് മർമ്മമായാൽ പിന്നെ മുഴുവനും കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരില്ല. ബാക്കി അല്ലാഹു തന്നെ നിവർത്തിച്ചു തരും. ഒരാൾ എന്താണ് സദാ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ട കാര്യം? എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഒരു മനുഷ്യൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്ന് അവൻ പഠിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അത് പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥനയാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതൊന്ന് പഠിക്കണം. പ്രധാനമായും സദാ പ്രാർത്ഥിക്കേണ്ട കാര്യം 3 ആണ്. ഒരു മനുഷ്യൻ സദാ പ്രാർത്ഥിക്കേണ്ട കാര്യം 3 ആണ്. അത് ഒരു സമയം ഒഴിവാക്കരുത്. എപ്പോഴും ആ 3 കാര്യത്തിന് പ്രാർത്ഥിക്കണം. മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഉദ്ദത്തുസ് സ്വാബിരീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ ദുആ ചെയ്യേണ്ട കാര്യങ്ങൾ 3 ആണ്. ആ 3 അയാൾക്ക് വേണം. ഈ 3 കാര്യങ്ങളിൽ ഒരു സമയം ദുആ ഒഴിവാക്കരുത്. 3 കാര്യം. അത് ശരിയായ ബാക്കിയൊക്കെ ശരിയാവും. തന്റെ ഉദ്ദത്തുസ് സ്വാബിരീൻ വദഖീറത്തുശ് ശാകിരീൻ എന്നൊരു കിതാബുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഉദ്ദത്തുസ് സ്വാബിരീൻ വദഖീറത്തുശ് ശാകിരീൻ എന്ന കിതാബ്. എന്താ ബഹുമാനപ്പെട്ടവർ എന്താ വഹബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നിഅമത്തുകളുടെ കേന്ദ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ആണ്. അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതൊഴിവായാൽ അവനെ സംബന്ധിച്ചിടത്തോളം കുറച്ചിൽ വരും. അതിന് കാറ്റഗറി ഉണ്ട്. 3 ഒരു പ്രധാനമല്ല. 1, 2, 3. 1ന്റെ പ്രധാനം 2-നില്ല, 2ന്റെ പ്രധാനം 3-നില്ല, 3ന്റെ പ്രധാനം പോലെ വേറൊന്നിനും ഇല്ല. ഒരു മനുഷ്യന്റെ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്രസ്ഥാനങ്ങൾ 3 ആണ്. പ്രധാന നിഅമത്തുകൾ 3 ആണ്. ഏതാ 3? ആ 3ന് എപ്പോഴും ദുആ ചെയ്യണം. അതില്ലാതെ ഒരു പ്രാർത്ഥന തുടങ്ങാൻ പാടില്ല, അവസാനിക്കാൻ പാടില്ല. ആ ദുആ ഇല്ലാതെ ഒരു ദിവസവും ഒരു സമയവും ഒരു മുഅ്മിനെ കടന്നു പോകാൻ പാടില്ല. ഓരോന്നിനും മർമ്മമുണ്ട്. 1 പോലെയല്ല 2, 2 പോലെയല്ല 3, 3 പോലെയല്ല മറ്റൊന്ന്. ഏതൊക്കെയാ?
ഫഅവ്വലുഹാ നിഅമത്തുൽ ഇസ്ലാം. ഒന്നാമത്തെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. അതിനെപ്പോഴും ദ്വാർക്കണം ഇസ്ലാം. ഒരാൾ ദ്വാർക്കേണ്ട ഏറ്റവും വലിയ കാര്യം അയാളിൽ ഇസ്ലാമിയത്ത് നിലനിൽക്കാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിനേക്കാൾ വലിയൊന്നുമില്ല. അത് തന്നെ ഞാൻ 2 സന്ദർഭം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, മഹാനായ ലോകം കണ്ട മഹാന്മാരിൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തുകയാണ്. വല്ലാത്തൊരു അസുലഭമായ അവസരവുമാണ് അല്ലാഹുവോട് ദുആ ചെയ്യാൻ. എന്താ ദുആ? ഒന്നാമത്തെ ദുആ എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ ദുആ കഅബയെ പടുത്തുയർത്തുക. എന്താ ദുആ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക്, അല്ലാഹുവേ എന്നെയും എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും അലൈഹിസ്സലാം എന്നെന്നും നീ മുസ്ലിമാക്കി നിർത്തണമേ. ഇതെന്നെ നിനക്കാൾ വലിയ നിഅമത്തില്ല. അവ്വലുഹാ, ഒരു മനുഷ്യൻ എന്നും ദുആ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇസ്ലാമാണ്. പൈസ ഉണ്ടാകാനല്ല, വീടുണ്ടാകാനല്ല. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ? പൈസ കുറഞ്ഞാൽ എന്താ? എന്ത് പൈസ ഉണ്ടായിട്ട് എന്താ? മണ്ണ് പോയി കിടക്കല്ലേ? പൈസ ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? എന്താ കാര്യം? എന്താ ഈ പൈസ അയാൾക്കെന്നെ ആവശ്യമില്ലാത്ത ഘട്ടം വരാതെ ഒരാൾ മരിച്ചൂല. കാര്യമല്ല. ചായ കുടിക്കാൻ വയ്യ, ചായ ഇറങ്ങൂല. വെള്ളം കുടിക്കാൻ വയ്യ, വെള്ളം ഇറങ്ങൂല. പിന്നെ ചുണ്ട് നനച്ചു കൊടുക്കുക. എന്തുണ്ടായിട്ട് എന്താ? അതിമനോഹരമായ വസ്ത്രവും ചെരുപ്പും ഉണ്ടായിട്ടെന്താ? അവസാനത്തെ യാത്രയിൽ ചെരുപ്പില്ല, അവസാനത്തെ യാത്രയിൽ മനോഹരമായ വസ്ത്രവും ഇല്ല. വാഹനം ഉണ്ടായിട്ടെന്താ? ഏത് വാഹനാണെങ്കിലും വാഹനമുള്ളവനാണെങ്കിലും അവസാനം ഏറ്റിക്കൊണ്ടുപോയി കാര്യമില്ല. എന്നാൽ ഇസ്ലാം അവന്റെ കൂടെ ഉണ്ടാവും. അപ്പോഴും ഇസ്ലാം അവന്റെ കൂടെ ഉണ്ടാവും. മയ്യത്തിനെ 3 കാര്യം പിന്തുടരും. ഒന്നവന്റെ ദീനും പിന്തുടരും, ഒന്നവന്റെ കുടുംബം പിന്തുടരും, ഒന്നവന്റെ സമ്പത്തും പിന്തുടരും. രണ്ടെണ്ണം തിരിച്ചു പോകും, ഒന്നടക്കും. ദീനാണ്. മനസ്സിലായില്ലേ? ഒരു മയ്യത്തിനെ 3 കാര്യം പിന്തുടരും. ഒന്നെന്താ? ഒന്നവന്റെ ദീന്, അവന്റെ ഈമാനും അമലും. അതാണ് ദീന്. രണ്ടെണ്ണം തിരിച്ചു വരികയും ചെയ്യും. ഏതാ തിരിച്ചു വരുന്നത്? അഹ്ലുഹു വമാലുഹു. അഹ്ലുഹു അവന്റെ കുടുംബം തിരിച്ചു വരും. പിന്നെയോ കുഴിയുട്ടെടുത്ത് കൊടുക്കാനൊക്കെ ഉള്ള പൈസയും കൊണ്ടാ പോവുക. അതൊക്കെ കൊടുത്ത് അതിന്റെ ബാക്കി കൊണ്ട് പോരും ചെയ്യും. മുതൽ തിരിച്ചു വരും, കുടുംബം തിരിച്ചു വരും. ആര് വാക്യവും ദീൻ ആരും കൊണ്ടുവരില്ല, ദീനോട്. അപ്പോൾ ഒരാൾ ദുആ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇസ്ലാം നിലനിൽക്കാനാണ്. ഇതാണ് ഏറ്റവും വലിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന ഏറ്റവും വലിയതാണ് എന്ത്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സദാ നേരം ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. سيدنا യൂസുഫ്, നബിയുള്ളാഹി യൂസുഫ് എന്തിനാ ദുആ ഇറക്കുന്നത്? ആ പദങ്ങൾ കണ്ടോളൂ. പദം തന്നെ നോക്കിക്കോളൂ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നീ എനിക്ക് അധികാരം ഇങ്ങോട്ട് തന്നു. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, നിഗൂഢങ്ങളായ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ നിശ്ചയമില്ലാതെ ഒരാൾ പറഞ്ഞു കൊടുക്കാതെ അതിമനോഹരമായി പടച്ച് സംവിധാനിക്കുന്നവനെ. അന്ത വലിയ, നീയാണ് എൻ്റെ ഉടമക്കാരൻ. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ഇവിടെ ഒന്നും പ്രാർത്ഥന ഇല്ല. എന്താ പ്രാർത്ഥന?
ഇവിടെ ഒന്നും പ്രാർത്ഥനയില്ല. ഇതൊക്കെ പറയാ, അള്ളാഹ് നീ അത് ചെയ്തു തന്നു, അള്ളാഹ് നീ എനിക്ക് സമ്പത്തും അധികാരവും തന്നു, അള്ളാഹുവേ നീ എനിക്ക് വിജ്ഞാനം തന്നു, അള്ളാഹുവേ നീ ആകാശവും പഠിച്ചവനാണ്, നീ എൻ്റെ ഉടമക്കാരനാണ്. എന്റെ പ്രാർത്ഥന തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. ഇങ്ങനെ മുസ്ലിമായി മരിപ്പിക്കണം, അതിന് ആവശ്യം. ഇതാരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഇബ്രാഹിം, ഇപ്പോൾ പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാണ് ചരിത്രം, ഇതാണ് മാനവരാശിയുടെ ചരിത്രം, ഇതാണ് സ്വാലിഹ്യങ്ങളുടെ ചരിത്രം, ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അല്ലാഹു നിഅമത്ത് ചെയ്ത ഒരു ചരിത്രം. പണത്തിനല്ല ദുആ ചെയ്യേണ്ടത്, വീട് പൂർത്തിയാക്കാനല്ല ആദ്യം ദുആ ചെയ്യേണ്ടത്. വീട് പൂർത്തിയായില്ല, നീ പൂർത്തിയായില്ല, എന്നിട്ട് മരിച്ചു, എന്നാലെന്താ? പൂർത്തിയായി, എന്നിട്ട് എന്താ കാര്യം? അടുത്ത ദിവസം മരിച്ചാലോ? പൂർത്തിയായ വീട്ടിന്റെ അവസാനത്തെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾക്ക് മാർക്കറ്റിൽ വന്നിട്ട് ആക്സിഡന്റിൽ മരിച്ച ആളെ എനിക്കറിയാം. അവസാന സെറ്റിന് ക്ലിയർ ആക്കാൻ വേണ്ടി അവസാനം മിനുക്കൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് കൗതുക വസ്തുക്കൾ വാങ്ങി വീട്ടിൽ വെക്കണം, അതിന് വേണ്ടി മാർക്കറ്റിൽ വന്നതാ, ആക്സിഡന്റിൽ മരിച്ചു. മയ്യത്ത് മെഡിക്കൽ കോളേജിൽ കയറ്റി, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു, ആക്സിഡന്റ് അല്ലേ, നിയമം അങ്ങനെയാണല്ലോ. പിന്നെന്തായി? പിന്നെ കൊണ്ടുപോയി. നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ള വീട് ഉദ്ഘാടനത്തിന് വേണ്ടി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിങ്ങനെ മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെന്റിൽ അങ്ങനെ കുളിച്ചു നിൽക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന് മയ്യത്ത. അപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ ഇറങ്ങി വന്ന് പറഞ്ഞേ, ആദ്യം തന്നെ ഒരു മയ്യത്ത് ഒരു പെരയിൽ വെക്കുന്നത് ഖൈറില്ലല്ലോ, നമ്മൾ പാർപ്പ് തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് തറവാട്ടിൽ വെക്കാം. തറവാട് അപ്പുറത്തുണ്ട്. എന്റെ അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ അയാൾ മയ്യത്തിന് പോലും ഒരു ഇടം കിട്ടിയില്ല. ഈ നിസ്സാരമായ ദുനിയാവ് കിട്ടിയില്ല, എന്ത് നഷ്ടപ്പെട്ടാൽ എന്ത് കാര്യമുണ്ട്? വളരെ ചിന്തിക്കണം, ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ഇത് ചിന്തിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. അന്നിഅമത്തുൽ ഊലാ അവ്വലുഹാ അൽ ഇസ്ലാം. എന്ന് ദുആ ചെയ്യേണ്ട കാര്യം ഇസ്ലാം. റബ്ബേ എന്നെ മുസ്ലിമാക്കണം, റബ്ബേ എന്നെ മുസ്ലിമായി നിലനിർത്തണം, റബ്ബേ ഇസ്ലാമിയത്ത് ഉണ്ടാക്കണം, റബ്ബേ ഇസ്ലാമിയത്ത് എനിക്ക് വർദ്ധിക്കണം, റബ്ബേ ഈമാൻ വർദ്ധിക്കണം, റബ്ബേ ഇസ്ലാം വർദ്ധിക്കണം. ഇതന്നെ. ബാക്കിയൊക്കെ എന്താ? ഇത് അവന്റെ കൂടെ ഖബറിൽ പാർക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇനി ഒന്നും പ്രധാനമല്ല, ഇനി ഒന്നും പ്രധാനം. ചിന്തിക്കണം. നിഅമത്തുകളുടെ മേൽഘടകങ്ങൾ 3 എണ്ണമാണ്. ഒരിക്കലും ആ 3 ഘടകങ്ങളായ നമ്മൾ മറക്കാൻ പാടില്ല. അതാണ് 3 ഘടകങ്ങൾ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതന്നെ അതന്നെ. എന്താ രണ്ടാമത്തത്? നിഅമത്തുൽ ആഫിയ, ആഫിയത്തിന്റെ നിഅമത്ത്. രണ്ടാമത്തെ നിഅമത്തുൽ ആഫിയ, ആരോഗ്യത്തിന്റെ അനുഗ്രഹമാണ്. സല്ലല്ലാഹുൽ ആഫിയ. നിങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ആഫിയത്തിന് ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നിങ്ങൾ ആഫിയത്തിന് ദുആ ചെയ്യണം. ആഫിയത്ത് വലിയ കാര്യമാണ്. മരണം വരെ ഈ റബ്ബിന് അനുഗ്രഹം, റബ്ബിന് വേണ്ടി പണിയെടുക്കണമെങ്കിൽ ആഫിയത്ത് വേണ്ടേ? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം നടക്കണമെങ്കിലും ആഫിയത്ത് വേണം. ഒരു മുഅ്മിനെ നിസ്കരിക്കണമെങ്കിൽ ആഫിയത്ത് വേണം. എന്തിന് ആഫിയത്ത് വേണം? ആരോഗ്യം. അപ്പോൾ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. ഒന്ന് നിഅമത്തുൽ ഇസ്ലാം, 2 നിഅമത്തുൽ ആഫിയ. ആരോഗ്യമില്ലാതെ ലോകമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, പക്ഷെ ആരോഗ്യമല്ല, എന്താ കാര്യം? ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോഗ്യത്തിന് എപ്പോഴും അല്ലാഹുവോട് തേടണം. ആരോഗ്യം വേണം. നല്ല പുതിയാപ്പിളുണ്ട്, പക്ഷെ ആരോഗ്യമല്ല,
പെണ്ണിന് എന്താ കാര്യം? നല്ല സമ്പത്തുണ്ട്, പക്ഷേ പുരുഷന് അല്ലെങ്കിൽ പെണ്ണിന് ആരോഗ്യമില്ല, എന്താ കാര്യം? പത്തായം നിറയെ ഭക്ഷണ സാധനങ്ങളുണ്ട്, പക്ഷേ വീട്ടുകാരന് ആരോഗ്യമില്ല, പിന്നെ എങ്ങനെ കഴിക്കും? വീട്ടുകാരിക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആരോഗ്യം ചോദിക്കണം. അള്ളാഹുവേ ആരോഗ്യം തരണേ, ആരോഗ്യം തരണേ. ഇതൊന്നാമത്തിന് അത്ര പ്രധാനമല്ല. എന്തുകൊണ്ട്? ഇതിന് ഖബർ വരെയുള്ള പിന്തുടരലേ ഉള്ളൂ. മരിക്കുന്നവരെ ആഫിയത്തുള്ളൂ, മരിച്ചവന് ആഫിയത്ത്. ഖബറല്ല, മരിച്ച ആഫിയത്തുള്ളൂ. പിന്നെ ഏറ്റണം, പിന്നെ പൊക്കണം, പിന്നെ ചെരിച്ച് കിടത്തണം, മനസ്സിലായില്ലേ? പിന്നെ കുളിപ്പിക്കണം, കുളിക്കൂല. പിന്നെ ഉള്ളു കൊടുക്കണം, ഉള്ളു കൊടുക്കൂല. പിന്നെ ചുമന്നു കൊണ്ടുപോകണം, എത്ര വലിയ പയൽമാൻ ആണെങ്കിലും വേണ്ടില്ല. നേരെ മറിച്ചോ ദീൻ എന്നുപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് ഒന്നിന്റെ പ്രധാനം രണ്ടിനില്ല, രണ്ടിന്റെ പ്രധാനം മൂന്നിനില്ല. മൂന്നാമത്തെ അനുഗ്രഹം കേട്ടോളൂ, കേട്ടോളൂ, കേട്ടോളൂ. 3 അനുഗ്രഹം. ആ 3 എപ്പോഴും ഇങ്ങനെ തേട്. ദ്വാരക്കണം, ദ്വാരക്കണം. എന്തിന്? എന്തിന് ദ്വാരക്കണം? അത് വേണമെന്ന് അറിയാം. ആ ദ്വാരക്കണം എന്ന് അള്ളാഹിനോട് ദ്വാരക്കണം. എന്തിന്? എന്തിന്? ഒരു മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കാറ്റഗറി അനുസരിച്ച് ചോദിക്കണമല്ലോ. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കറി ഉണ്ടോന്നല്ലല്ലോ ചോദിക്കുക. എന്താ? ചോറുണ്ടോന്നല്ലേ ചോദിക്കുക. എന്നാ കറിയും കിട്ടണ തന്നെയാണ്. കറി ഉണ്ടോ ചോദിച്ചൂടെ? നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ കറി പാർസൽ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ തിരക്കടില്ല. എന്റെയൊക്കെ എന്തിനാ കറി? അതാ ചോറ് കൂട്ടനാണ്, ചോറ് തിന്നാനാണ്. ചോറ് വിടുന്ന ആ തന്നെ. എനിക്ക് കറി ഉണ്ടോ എന്ന് എന്ത് പോയത്തക്കാരനാ തിരിച്ചു വെക്കൂലേ? എന്നാലോ കറിയും കിട്ടുന്ന തന്നെയാണ്. ചമ്മന്തി ഉണ്ടോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ ഹോട്ടലിൽ പോയിട്ട്? നിങ്ങൾ ചിന്തിക്ക്. ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി ഒരാള് ചായ ഉണ്ടോന്നല്ലേ ചോദിക്കണ്ട്? ചായ അല്ലേ വലിയത്? കടി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും കടി 2-ാം കാര്യം. ചമ്മന്തിയോ? ചമ്മന്തി 100-ാം കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവോട് തേടണം എന്ന് പറയുമ്പോൾ എന്ത് തേടണം എന്ന് ആലോചിക്കണം. ഒരാൾ സദാ നേരം തേടേണ്ട ഇസ്ലാമാണ്. ഇസ്ലാം നഷ്ടപ്പെട്ട കഴിഞ്ഞു. 2 ഇസ്ലാം കഴിഞ്ഞാൽ പിന്നെ തേടേണ്ടത് അൽ ആഫിയ, ആരോഗ്യമാണ്. റബ്ബേ എനിക്ക് മരണം വരെ ആരോഗ്യം തരണം. നേരെ മറിച്ച് ദീൻ അങ്ങനെയല്ല. ദീന് കൂടെ അങ്ങനെ പോകും ഏതുവരെ? സ്വർഗത്തിലെത്തുന്ന വരെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തേത് യുടെ നിഅമത്താണ്. ഈ ഖിന എന്ന വാക്കിന് അർത്ഥം എന്താ? ഒന്ന് പഠിക്കണം. ഖിനയെ ചില ആളുകൾ സമ്പത്ത് എന്ന് പറയും, പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശം. പിന്നെന്താ ഖിന? ഖിന എന്നാൽ എന്റെ നഫ്സിന് ആവശ്യമുള്ളത് എനിക്ക് അല്ലാഹു തരിക. എന്റെ നഫ്സിന്റെ നിറവ്. വീട്ടിൽ എമ്പാടും സാധനങ്ങൾ ഉണ്ടാകലല്ല ഖിന എന്ന് പറയുന്നത്. മനസ്സിന്റെ നിറവാണ്. ചില വീട്ടിലെല്ലാം ഉണ്ടാവും, പക്ഷേ ആരും തമ്മിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഖിനല്ല. ചില വീട്ടിൽ കഞ്ഞിയുടെ വെള്ളം പോലും ഇല്ല, പക്ഷേ അവിടെ എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലാണ്. അവിടെ ഖിനയുണ്ട്. ഇതാണ് ഖിന, മനസ്സിന്റെ നിറവ്. വയറ് നിറഞ്ഞാലും മനസ്സ് നിറയൂല. ചിലപ്പോൾ വയറ്റിൽ ഒന്നില്ലെങ്കിലും മനസ്സ് നിറയും. അണിയാനില്ലെങ്കിലും മനസ്സ് നിറയും. അണിയാൻ എമ്പാടുണ്ട് കൂട്ടങ്ങൾ, ഇഷ്ടം പോലെ. ധരിക്കാത്ത വസ്ത്രങ്ങളുടെ കൂട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ സുഖല്ലാരും തമ്മിൽ. പാപ്പ മോനോട് മിണ്ടിയിട്ട് 2 ആഴ്ചയായി. ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു റൂമിൽ കിടന്നിട്ട് 10 കൊല്ലായി. പിന്നാരുമായാൽ രാത്രിയായ ഭക്ഷണം കഴിച്ച് ഇയാൾക്കുള്ള ഭക്ഷണം ആ ഡൈനിങ് ടേബിളിന്റെ മേലെ വെച്ചിട്ട് അവൾ വാതിലടച്ച് കുറ്റിട്ടൊറ്റ കിടത്തു. എത്ര വീട്, എത്ര.
എന്തൊക്കെ അവർക്ക് ഇല്ലാത്ത സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്, അധികാരമുണ്ട്. ഒരു മുഖ്യമന്ത്രിയോട് വിളിച്ചു പറഞ്ഞാൽ പോലും അവർ പറഞ്ഞാൽ നടക്കും. അത്ര വലിയ സ്ഥാനമുണ്ട്, അത്ര വലിയ രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ അത്ര വലിയ മുതലാളിയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇയാൾ പറഞ്ഞത് കേൾക്കും, ഭാര്യ ഇയാൾ പറഞ്ഞത് കേൾക്കൂല. എന്താ കാര്യമുള്ളത്? ഇയാളുടേതാണ് മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ വന്നാൽ ആദ്യം വരിക ഇയാളെടുത്താണ്. എന്തെങ്കിലും പിരിവിന് വന്നാൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ 2 കോടി കൊടുക്കും മുതലാളി, കൊടുക്കുക, 2 കോടി കൊടുക്കുക, 5 കോടിയും കൊടുക്കാം. പക്ഷേ അപ്പൊ ഇനി മാത്രം പൈസ മുതലാളിക്കും. പക്ഷെ ഹിനല്ല. എന്തുകൊണ്ട്? സമ്പത്തും സൗകര്യങ്ങളും അധികരിക്കുന്നതിനല്ല ഹിന എന്ന് പറയുന്നത്. മനസ്സിന്റെ നിറവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ്. അപ്പൊ മനസ്സ് നിറയാൻ ദ്വാർക്കണം. പൈസക്കാണെങ്കിൽ പൈസ, വസ്തുക്കളാണെങ്കിൽ വസ്തുക്കള്, സമാധാനം, സന്തോഷം, എല്ലാ ചിന്തിക്ക്. ഹീനല്ലാതെ കുറെ ഹീന, മനസ്സിന് ഹീനല്ലാതെ കുറെ മുതലുണ്ടായിട്ട് എന്താ കാര്യം? ഗൾഫിൽ പോയി അധ്വാനിച്ചു 2 കൊല്ലം, പിന്നെ ഒരിക്കൽ നാട്ടിൽ വന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പീടികയിൽ കടിപിടിയായി ജോലിക്കാർ തമ്മിൽ. 1 മാസത്തിന് വന്നിട്ട് 10-ാം ദിവസം തിരിച്ചുപോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ 20-25 കൊല്ലം കാലം അങ്ങനെ കഴിഞ്ഞ് 20-25 കൊല്ലക്കാലം ഗൾഫിൽ നിന്ന്, അതിനിടയിൽ ഇടക്കിടക്ക് വീട്ടിൽ വന്ന് 25 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയപ്പോൾ നല്ല 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 ചൊങ്കനായിരുന്നു. ഇപ്പൊ തലമുടിയില്ല, പല്ലില്ല, ഷുഗർ, പ്രഷർ. വീട് കൊട്ടാരം പോലെ, സമ്പത്തോ ഇഷ്ടം പോലെ, ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ. എന്നാൽ ഭാര്യയ്ക്ക് ആൾ ഇഷ്ടമില്ല. നല്ല കാലം മുഴുവനും ആളവിടെ കൊണ്ടുപോയി തീർത്തു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വന്നത് എന്താ കാര്യം? ഭാര്യക്ക് അയാളോട് താല്പര്യമില്ല. പമ്പര വിഡ്ഢികളാണ്. ദുനിയാവ് കണ്ട ഏറ്റവും വലിയ വിഡ്ഢികളാണ്. സമ്പത്തിന്റെ പിന്നാലെ ഓടിയവൻ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ആവശ്യത്തിന് വേണ്ടേ? അത് ആവശ്യത്തിന് വേണ്ട. ആവശ്യത്തിനപ്പുറം അള്ളാഹു തന്നാ വാങ്ങാ, ഓടണ്ട. അതിന് വേണ്ടി ദ്വാർക്കും വേണ്ട. കിട്ടിയെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിലും കിട്ടിയാ പിന്നെ കണക്ക് കൊടുക്കണം. ഒരാൾ 1 ലിറ്റർ വെള്ളം കൊണ്ട് കുളിച്ചു, തലയെ കൂടെ പറഞ്ഞു. 1 ലിറ്റർ വെള്ളം ഒരാൾ തലയെ കൂടെ ഇങ്ങനെ പറഞ്ഞ് നനച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞ് ശരീരാകെ നനഞ്ഞു. 1 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വെള്ളം ഒരു തലയെ കൂടെ പറഞ്ഞ് ഇങ്ങനെ നനച്ചു. ശരീരമൊക്കെ നനഞ്ഞു, വെള്ളമൊക്കെ മേലെ ഒഴുകുക. വെള്ളം മേലെ കൂടെ ഒഴുകലല്ലേ കുളി, ഒക്കെ ഒഴുകി. ഒരാൾ ഒരു കൊട തലയെ കൂടെ മറിച്ചു. ഇതിലെന്താണ്? ഇതിൽ കുളി നടത്തിയതാരാ? കുളി നടത്തിയത് ആദ്യത്തെ ആൾക്കും 2 ലിറ്റർ വെള്ളം, രണ്ടാമത്തെ ആൾക്കും 2 ലിറ്റർ വെള്ളമാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് എന്തുണ്ടെന്നറിയോ? കുറെ വേസ്റ്റ് വെള്ളം അയാൾ കളഞ്ഞു. അത് അയാളെ തടിയിലെത്തിയിട്ടില്ല, ഇത് പുറത്തുപോയി. പിന്നെ പക്ഷെ ഈ കൊട അയാൾ എടുത്ത് പൊക്കി. അത് അയാൾക്കുള്ളതല്ല, ഭൂമിക്കുള്ളതാണ്. അയാൾക്ക് കുളി നടത്തി കൊടുത്ത് 2 ലിറ്റർ വെള്ളം. ബാക്കി ആള് കൈ പൊന്തിച്ചെടുത്ത് ചിലപ്പോ ഊര ഉളുക്കും ആ പൊക്കത്തില്. അങ്ങനെയൊക്കെ നഷ്ടം. 2 ലിറ്ററിന്റെ വെള്ളമാണ് ഒരാൾ പൊക്കുന്നുണ്ടെങ്കിലോ ഒരു പ്രശ്നമില്ല. എന്നാൽ 50 ലിറ്ററിന്റെ കുടം പൊക്കിയാലോ ഊരവേദന. കുളിപ്പിച്ചാലോ അപ്പോഴും 2 ലിറ്റർ. ബാക്കിയൊക്കെ ഭൂമിയിലേക്ക് വെറുതെ പോയി എന്നല്ലാതെ കാര്യം. ഇതന്നെ സമ്പത്ത്. ആവശ്യത്തിന് സമ്പത്ത്, അവനവൻ ഉപകരിച്ചതാണ് അവനവന്റെ സമ്പത്ത്. ബാക്കിയൊക്കെ പ്രതാഹിബുൻ, പോകാനുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത് അലങ്കാരല്ലേ? എല്ലാം ഉണ്ടെങ്കിൽ അലങ്കാരാണ്, ഇല്ലെങ്കിൽ എന്താണ് അലങ്കാരം? ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖമില്ലെങ്കിൽ എന്ത് അലങ്കാരം? മകൻ നല്ല നിലക്കല്ലെങ്കിൽ പിന്നെ സമ്പത്തിന് എന്ത് വിലയാണുള്ളത്? മകൾ നല്ല നിലക്കല്ലെങ്കിൽ പിന്നെ സമ്പത്തിന് എന്ത് വിലയാണുള്ളത്? രാവും പകലും കള്ള് കുടിച്ചു നടക്കുന്ന മകനാണ് എങ്കിൽ പിന്നെ വാപ്പാന്റെ മുതലിന് എന്ത് വിലയാണുള്ളത്? എന്ത് വിലയാ? ചിന്തിക്കണം. ഹിന എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന? നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിനോട് ദ്വാരക്കാം. അതന്നെ ഹിന.
നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇതിന് അള്ളാഹുവിനോട് എപ്പോഴും മനസ്സ് നിറയുന്നൊരു ജീവിതം, മനസ്സ് നിറയുന്ന ഒരു ജീവിതം വളരെ ചിന്തിക്കണം. മനസ്സ് നിറയുന്ന ഒരു ജീവിതം, അതാണ് ജീവിതം. എല്ലാവർക്കും മനസ്സ് നിറയുന്ന ഒരു ജീവിതം. തീന്മേശ നിറയെ സാധനമുണ്ട്, പക്ഷേ കൂടെ മനസ്സോടുകൂടെ ഇരുന്ന് കഴിക്കാൻ ഒരാളില്ല. പിന്നെന്ത്? എന്നാൽ വേറൊരു വീട്, അവിടെ ചായക്ക് പഞ്ചസാരല്ല, ചായപ്പൊടി ഉണ്ട്. അത് തന്നെ ഇന്നലത്തെ ചായപ്പൊടിയിൽ വെള്ളം പാർന്ന് ചൂടാക്കിയതാണ്. ആയിക്കോട്ടെ, അത് തന്നെ 1 ഗ്ലാസ് 2 ഗ്ലാസ്, അത് 4 ആള്, ഭാര്യ ഭർത്താവ് 5 കുട്ടികൾ, അവർ തമ്മിൽ ഓരോ മുറുക്ക് ഇങ്ങനെ കുടിച്ച് ഒപ്പിക്കും. എന്നാലും സന്തോഷം. അൽഹംദുലില്ലാഹ്. എന്തൊക്കെ സന്തോഷം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിന്റെ നിറവാണ് ഖിനാ. അതിനു വേണ്ടി ദ്വാരക്കണം. 3 കാര്യം, 3 കാറ്റഗറി, 3 സാധനം. ഇതിനെപ്പോഴും ദ്വാ ചെയ്യണം. ഏതൊക്കെ 3 കാര്യം? 1 ഇസ്ലാം, 2 ആഫിയ. ആഫിയത്തിലെങ്കിൽ ഒരു കാര്യമില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തിനെ തരട്ടെ. അള്ളാഹു ആഫിയത്തിനെ തരട്ടെ. അള്ളാഹു ആഫിയത്തിനെ തുറന്നു തരട്ടെ. അള്ളാഹു അങ്ങനെ നീട്ടുന്നില്ല. 3-ാമത്തേത് നമ്മുടെ മനസ്സിനെ നിറക്കുന്ന കാര്യങ്ങൾ. ഭക്ഷണം, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന ഭക്ഷണം. എപ്പോൾ അത് കുറഞ്ഞാകാം കൂടിയാകാം, പക്ഷെ മനസ്സിന് നിറവുണ്ടായി. അങ്ങനെ അല്ല, അതന്നെ ഖിന, മനസ്സിന് സന്തോഷം. ചിന്തിക്ക്, എല്ലാ സന്തോഷം അങ്ങനെയാണല്ലോ. ഒരു വലിയ ധനാഢ്യന്റെ ഒരു ഓർമ്മ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് കൊടുക്കും. അങ്ങനെ അയാള് എല്ലാ കുട്ടികളും, ഇയാൾ പാവപ്പെട്ട ആളാണ്, വലിയ ധനാഢ്യൻ. ആ ധനാഢ്യന്റെ ഒരു ജീവിതാനുഭവം ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. ഒരു ധനാഢ്യനായ, പിൽക്കാലത്ത് ധനാഢ്യനായ ഒരാള്, ആദ്യകാലത്ത് അയാൾ സാധുവായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി പഠിക്കാം. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലം ഹോസ്റ്റലില് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് കൊടുക്കും. ഒരു ദിവസം മാങ്ങ, ഒരു സാപ്പിള്. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ആ ഫ്രൂട്ട് കഴിക്കയില്ല. ഇയാൾ അത് കട്ടിലടി കൊണ്ട് പാത്തു വെക്കും. എല്ലാ ദിവസത്തെ ഫ്രൂട്ടും അയാൾ കട്ടിലടി കൊണ്ട് പാത്തു. 8-ാം ദിവസം വീട്ടിൽ നിന്ന് അയാളെ ഉപ്പയും ഉമ്മയും അനുജന്മാരും പെങ്ങന്മാരും ഒന്നിച്ചു വരും. ബാപ്പയും ഉമ്മയും 5 മക്കളാണ്. അപ്പൊ 7. എന്ത് ചെയ്യും? ഇയാൾ ഈ 7-ാം ദിവസം ഇവർ വരുമ്പോൾ ഇയാൾ ഇതിങ്ങനെ പാത്തുവെക്കും. എന്നിട്ട് 7-ാം ദിവസം ഇവർ വരുമ്പോൾ ഇയാൾ അതൊരു കീസിലാക്കി കൊണ്ടുവന്നിട്ട് അവർ യൂണിവേഴ്സിറ്റിയിൽ പുൽത്തകടിയിൽ ഇരുന്നിട്ട് അത് ഊരി വെക്കും. നിനക്കെന്താ വേണ്ട? എനിക്ക് അപ്പില്ല. എനിക്കെന്താ? എനിക്ക് പറഞ്ഞു. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ബാപ്പയും ഉമ്മയും 4 ഉടപ്പറപ്പുകളും ഇയാളും കൂടെ കഴിക്കുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി അയാൾ അത് പാത്തുവെക്കും. അയാൾ പറയാണ്, അയാൾ എഴുതുകയാണ്, അയാൾ പറയുകയാണ്, അയാൾ എഴുതുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പെരുന്നാൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പാത്തു വെച്ച ഈ ഫ്രൂട്ട്സ്, ആ വീട്ടിൽ അവർ ഫ്രൂട്ട്സ് ഇല്ല. അപ്പൊ അവരെന്നെ കാണാൻ വരുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ ഫ്രൂട്ട്സ് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവർ വരുന്നതും. അവരെല്ലാവരും യൂണിവേഴ്സിറ്റിയുടെ പുൽത്തകടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇതിങ്ങനെ പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചതുപോലത്തെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്താണ് നിറവ്? അപ്പോൾ വിഭവം കുറെ ഉണ്ടാകലിനല്ല ഖിന എന്ന് പറയുന്നത്. മനസ്സിന്റെ നിറവ്. ഉപ്പ, ഉമ്മ, ചേട്ടൻ, അനുജൻ, പെങ്ങള്. ചിന്തിക്ക്, ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. അപ്പോൾ നമ്മൾ
നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പെങ്ങന്മാരെ പറ്റിച്ചു എന്ന് സങ്കല്പിക്കുക. പറ്റിക്കാൻ എന്റെ വാപ്പയും ഉമ്മയും മരിച്ചു, എനിക്കിപ്പോ പറ്റിക്കാൻ പറ്റിയൊരു സമയം. പറ്റിക്കും. വാപ്പയും ഉമ്മയും മരിച്ചാൽ സമ്പത്തുണ്ടാവുമല്ലോ. എന്റെ വാപ്പക്കുണ്ടായിരുന്നു, എന്റെ ഉമ്മാക്കുണ്ടായിരുന്നു. പറ്റിക്കാം. എന്തുകൊണ്ട്? നമ്മൾ ആണുങ്ങളല്ലേ, കയ്യൊക്കെയുള്ളവരെ. പല കാര്യത്തിലും അവർക്ക് നമ്മളെ ആശ്രയിക്കേണ്ടി വരുമല്ലോ. അവരെ നമ്മൾ പറ്റിച്ച് സമ്പത്ത് പിടിച്ചടക്കിയാൽ പിന്നെ നമ്മുടെ സമ്പത്തിന് എന്ത് വിലയാണ്? പിന്നെ നമ്മുടെ സമ്പത്തിന് എന്ത് വിലയാണ്? അവർ ദുഃഖിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ എന്ത് വില? നേരെ മറിച്ച് നമ്മൾ കുറച്ച് അവർക്ക് കൂട്ടിക്കൊടുത്തു, അപ്പോൾ അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ അള്ളാഹു നമ്മളെ കാര്യത്തിൽ സന്തോഷിക്കൂലേ? അപ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ തരൂലേ? തരുന്നവൻ അവനല്ലേ, അള്ളാഹു അല്ലേ മാറ്റി, അവനല്ലേ നൽകുന്നവൻ. അള്ളാഹു നമുക്ക് തരട്ടെ. ചിന്തിക്കണം, ഇത് പഠിക്കുക. അവർക്ക് സമ്പത്തിന്റെ അല്പഭാഗം കൊടുത്ത്, അല്ലെങ്കിൽ അവരെ നമ്മൾ പറ്റിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് അവര് നമ്മളെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കിൽ ഉണ്ടാക്കിയിട്ട് അവരെ സമ്പത്ത് വസൂലാക്കാൻ നമ്മൾ കളി കളിച്ച്, എങ്കിൽ അവർ ദുഃഖിക്കുമ്പോൾ നമ്മൾ സുഖിക്കുന്നതിന് എന്ത് വിലയാടോ ഉള്ളത്? എന്ത് വിലയാ ഉള്ളത്? അതേ സമയത്ത് നമ്മൾ അവരെ പറ്റിച്ചില്ല, നമ്മൾ ഉള്ളതും ഇല്ലാത്തതുമായ കണക്ക് ഉണ്ടാക്കി അവരെ മുതൽ തട്ടിയെടുക്കാൻ നോക്കിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? നമ്മളത് റബ്ബിന് വേണ്ടി വിട്ടു. ഒരൽപ്പം നമ്മൾ കുറച്ച് വാങ്ങി, അവരിങ്ങോട്ട് നിർബന്ധിച്ചു, കുഞ്ഞുമോനെ നിനക്ക് കുറച്ച് കുറവാണല്ലോ, അത് സാരമില്ല താട്ടെ, അത് പ്രശ്നമില്ല, സാരമില്ല, അള്ളാഹു തരൂല്ലേ. നിങ്ങൾ ചിന്തിക്ക്. ഞാൻ നിയമമല്ല പറയണത്, നിയമമല്ല. നീ നിയമമാണെങ്കിൽ തന്നെ പറ്റിക്കോലോ. നിയമമല്ലേ? നിയമം തന്നെ. പക്ഷെ നിയമത്തിന് എന്നോട് പറ്റിക്കണവരില്ലേ? എന്നിട്ട് നമ്മളാൽ ചൂഷണം ചെയ്യപ്പെട്ട സഹോദരിമാര് അല്ലെങ്കിൽ അനുജന്മാര് അവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക, നമ്മൾ മണിമേടകൾ ഉണ്ടാക്കി പാർക്കുക. അതിലെന്ത് ഹിനയാടോ ഉള്ളത്? അതേ സമയത്ത് ഒന്നും ഉണ്ടായില്ല, ഒരു കഞ്ഞിവെള്ളം തന്നെ അതൊരു പാത്രത്തിലിട്ട് എല്ലാരും കൂടെ കഴിക്കുമ്പോൾ എന്റെ സന്തോഷം എത്രയാണ്. പെങ്ങൾ വന്നു, അളിയൻ വന്നു, എല്ലാരും വന്നു. ഒരു പാത്രത്തിൽ നിന്ന് എല്ലാരും കുടിച്ചു. അതിലും എന്തുകൊണ്ട് ആരെയും പറ്റിച്ചിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ട, സന്തോഷം. മനുഷ്യനെ പറ്റിച്ചാൽ എത്ര ചിരിച്ചാലും ഉള്ളിൽ ദേഷ്യപ്പെടും. നേരെ മറിച്ചോ മാന്യത കാട്ടിയാൽ ഒരിക്കലും എത്ര വലിയ ശത്രുവാണെങ്കിലും മാന്യത കാട്ടിയാൽ അവരുടെ സ്നേഹം നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് നീട്ടുന്നില്ല. അള്ളാഹുവോട് ദ്വാരക്കേണ്ടത്. വേറുള്ളവരെ പറ്റിച്ചിട്ട് നമുക്ക് മുതലുണ്ടായിട്ട് എന്താ കാര്യം? ദുആ ചെയ്യേണ്ടത് എന്തിനാ? 3 കാര്യം. അവ്വലുഹാ അൽ ഇസ്ലാം, സാനിഹാ അൽ ആഫിയ, സാലിസുഹാ അൽ ഗിനാ. ഒന്ന്, പടച്ചോനെ എനിക്ക് മരണം വരെ ഇസ്ലാം ഉണ്ടാവണം, മുസ്ലിമായി ജീവിക്കണം, മുസ്ലിമായി മരിക്കണം. ഒന്ന്. എങ്കിൽ അതവിടെ രജിസ്റ്ററായി, അതവിടെ റെക്കോർഡായി, ഇനി അള്ളാന്റെ കോടതിയിൽ വരെ വിജയിക്കും. സന്തോഷം. 2, മരണം വരെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, എല്ലാ നല്ല കാര്യങ്ങൾ നടത്താൻ അൽ ആഫിയ, ആരോഗ്യം വേണം. 3-മത്തതോ അൽ ഗിനാ, നമ്മുടെ മനസ്സിന്റെ നിറവുള്ള ഒരു ജീവിതം, മനസ്സ് നിറയുന്ന ഒരു ജീവിതം അല്ലാഹു നമുക്ക് തരട്ടെ. ഇതാണ്, നീട്ടുന്നില്ല. അല്ലാതെ അള്ളാഹിനോട് ഇസ്ലാമാണ് ചോദിക്കേണ്ടത്, എപ്പോഴും അതാ ചോദിക്കേണ്ടത്. ഇസ്ലാമാണ് ചോദിക്കേണ്ടത്. പരീക്ഷണമാണെങ്കിൽ പോലും പരീക്ഷണം അല്ലാഹു പരീക്ഷിച്ചു, അപ്പൊ അള്ളാഹിനോട് ദേഷ്യപ്പെടല്ലേ വേണ്ടത്? പരീക്ഷണത്തിൽ നമ്മൾ വിജയിപ്പിച്ചപ്പോൾ പരീക്ഷണത്തെ അള്ളാഹ് ഭംഗിയാക്കി, അതിന് നന്ദി പറയണം. പരീക്ഷണം ഉണ്ടായി, നമ്മൾ വിജയിക്കുകയും ചെയ്തു. പുണ്യ റസൂലിന്റെ ഒരു ദുആ, ഒരു പുണ്യ റസൂലിന്റെ സ്ഥിരമായ ഒരു ദുആ, മുത്ത് മുഹമ്മദ് മുസ്തഫ ഭക്ഷണം കഴിച്ചാൽ ഹബീബായ നബി ദുആ ചെയ്യുന്നാറുണ്ടായിരുന്നു. എന്ത്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വഹദാനി. അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാണ്. അത്അമനി, അവൻ എന്നെ ഭക്ഷിപ്പിച്ചു, വസഖാനി, എന്നെ കുടിപ്പിച്ചു, വഹദാനി, എന്നെ നേർമാർഗത്തിലാക്കി. ഇതിപ്പോ തീന്മേശയിൽ പറയണ ആവശ്യം എന്താ? ഹിദായത്ത് അവിടെയോ പറയണം. മനസ്സിലായില്ല? ഹിദായത്ത് വേറെ വിഷയല്ലേ. തീന്മേശയിൽ പറയുമ്പോഴും എന്ത് പറയുന്നുണ്ട്? ഹിദായത്ത് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വഹദാനി.
അള്ളാഹുവിനാൽ സർവസ്തുതിയും. അവൻ എന്നെ ഭക്ഷിപ്പിച്ചു, അവൻ എന്നെ കുടിപ്പിച്ചു, അവൻ എന്നെ നേർമാർഗത്തിലാക്കി. അപ്പോൾ ഹിദായത്ത് പറയാത്ത സ്ഥലമില്ല. പിന്നെയോ വകുല്ല ബലാഇൻ ഹസനിൻ അബ്ലാനി, വിജയിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങളെ അവൻ എനിക്ക് തന്നുള്ളൂ. വകുല്ല ബലാഇൻ ഹസനിൻ അബ്ലാനി, നല്ല പരീക്ഷണങ്ങൾ കൊണ്ട് അവൻ എന്നെ പരീക്ഷിച്ചു. അതും വേണം പറയാ. പ്രശ്നം പരീക്ഷിച്ചല്ലോ, നല്ല പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. അതായത് എന്റെ ഈമാൻ കൊണ്ട് ആ പരീക്ഷണത്തെ മറികടക്കാനുള്ള കരുത്തും എനിക്ക് നൽകി. അപ്പൊ പരീക്ഷിച്ചതിന് വലിയ അള്ളാഹ് കുറ്റല്ല, അവിടെ അള്ളാഹ് നന്ദി അറിയാം. എന്നെ അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. വകുല്ല ബലാഇൻ ഹസനിൻ അബ്ലാനി, നല്ല പരീക്ഷണങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്നെ പരീക്ഷിച്ചത്. അപ്പൊ എന്താ, ഞാൻ വിജയിച്ചു. അള്ളാഹിന്റെ വിജയം. ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണിത്. എന്താണ് ദുആ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വഹദാനി വകുല്ല ബലാഇൻ ഹസനിൻ അബ്ലാനി. അപ്പോൾ അള്ളാന്റെ പരീക്ഷണവും ആ പരീക്ഷണത്തിലെ വിജയവും ഹിദായത്തൊന്നും പറയാത്തവര് തീന്മേശ പോലും മുത്തുനബിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വേറെ ദുആ കേട്ടോളൂ. അൽഹംദുലില്ലാഹി അർറസാഖിൽ ഖുവത്തിൽ മതീൻ, സർവശക്തനും ശക്തനായ ഏറെ ശക്തനായ റസാഖായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. എല്ലാം നൽകുന്നവനായ അൽഹംദുലില്ലാഹി റസാഖിൽ ഖുവത്തിൽ മതീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തൻസിഅ മിന്നാ സാലിഹൻ ആതൈതനാ, നീ ഞങ്ങൾക്ക് നൽകിയ ഒരു നല്ലതും നീ തിരിച്ചെടുക്കരുതേ. ഒരു സാലിഹ് തന്നിട്ട് നീ അത് തിരിച്ചെടുക്കരുതേ, നീക്കിക്കളയരുതേ. അല്ലാഹുമ്മ ലാ തൻസിഅ മിന്നാ സാലിഹൻ ആതൈതനാ വലാ സാലിഹൻ റസഖ്തനാ വജഅൽനാ ലക മിനശ് ശാകിരീൻ. നീ എപ്പോഴും നിനക്ക് നന്ദി ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ. ഇതന്നെ ദുആ. പുണ്യ നബിയുടെ ദുആ മൊത്തം എന്താ? ഹിദായത്ത്. അല്ലാഹുവേ മുതൽ തരണേ, മുതൽ റസൂലുള്ളാഹിക്കില്ല. മുത്തു മുഹമ്മദ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എന്തിനാ മുതൽ? ജീവിക്കാൻ. അവർ ജീവിച്ചാൽ മതിയല്ലോ. എന്തിനാ മുതൽ? ആവശ്യം നടന്നാൽ മതിയല്ലോ. കണക്കും കുറവ്. അതുകൊണ്ട് 3 കാര്യത്തിനാണ് ദുആ ചെയ്യേണ്ടത്. 1 ഇസ്ലാം, 2 ആഫിയ, 3 ഗിനാ. ഇതാണ് നാം ദുആ ചെയ്യേണ്ടത്. അതിലല്ലാത്ത മുഴുവൻ നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അയാൾ ചെറിയൊരു കച്ചവടം നാട്ടിൽ തുടങ്ങാനുള്ള ഒരു 2-4 കൊല്ലം ഗൾഫിൽ നിന്നു കുറച്ച് പൈസ ഉണ്ടാക്കി. പിന്നെ അയാൾ നാട്ടിൽ നിന്നൊരു കച്ചവടം തുടങ്ങി എന്ന് സങ്കല്പിക്കുക. ഭാര്യക്കൊന്ന് കണ്ട് മുഖം മറഞ്ഞപ്പോഴത്തേന് അയാൾ തിരിച്ചെത്തി. 2 കൊല്ലം 4 കൊല്ലം നാട്ടിൽ കച്ചവടം ചെയ്തു. അല്ലെങ്കിലോ തൽക്കാലം കടം തീരാൻ വേണ്ടി ഗൾഫ് പോയി കടമൊക്കെ തീർത്തു വന്നു. പിന്നെയൊക്കെ പണിയെടുക്കാൻ കഴിയും. പിന്നെ അയാൾ ഇങ്ങനെ നാട്ടിൽ വലിയ പണിയൊക്കെ എടുക്കും. വൈകുന്നേരം 4 മണി 5 മണിക്ക് വീട്ടിലെത്തും. രാവിലെ 8 മണിക്ക് വരുന്നു, 5 മണിക്ക് വീട്ടിലെത്തും. എന്നാലും കിട്ടും 800 രൂപ, 600 രൂപ, 700 രൂപ. അൽഹംദുലില്ലാ. അന്നത്തെ മീനും ഇറച്ചിയും വന്ന് അത് മതി. റാഹത്ത്, റാഹത്തേറെ, നല്ല റാഹത്ത്, സന്തോഷം. അൽഹംദുലില്ലാ. എന്നാലോ എന്നാ ഭാര്യയുടെ കിടപ്പ് മുറി നിന്നെ മറക്കുകയില്ല, നിന്റെ മനസ്സ് അവളെ മറക്കുകയില്ല, മക്കൾ നിന്നെ ഒരു കാലത്തും മറക്കുകയില്ല. മക്കൾക്ക് നിന്നെ വിലയുണ്ടാവും. എന്റെ നീ ആരാണെന്ന് മക്കൾക്കറിയും. ചിന്തിക്ക്. നീ വൈകുന്നേരം കഷ്ടപ്പെട്ട് വന്നിട്ട് നീ പുരയെ കയറി നീ കുളിക്കുന്നത് മക്കൾ കാണും, കഷ്ടപ്പെട്ട് വന്ന്. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന് വാപ്പാന്റെ കഷ്ടപ്പാട് മക്കൾ കാണും. അവർക്ക് 10 റുപ്യ കൊടുത്താൽ ആ 10 റുപ്യക്ക് ഒരു വില ഉണ്ടാവും. എന്നാൽ ഇതിനേക്കാൾ കഷ്ടപ്പെട്ട് നീ ഗൾഫ് പോയിട്ട് പൈസ ഉണ്ടാക്കി തിരിച്ച് മക്കൾ കൊടുത്താൽ ആ 10-ന് 10 കളയാൻ അവർക്ക് മടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? വാപ്പ കഷ്ടപ്പെട്ടത് അവർ കണ്ടിട്ടില്ല. അവരെന്നെ കണ്ട് അവരിവിടെ വന്നാൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയ എന്താ പറയുക പൊട്ടിക്കണം, മോട്ടോർ സൈക്കിളിന്റെ ഉള്ളറ്റിന്റെ പുറത്ത് ഇങ്ങനെ പൊട്ടിച്ച് പറക്കുന്ന വാപ്പാന്റെ പൈസ നഷ്ടപ്പെട്ടു 10,000 കളിച്ച് കളഞ്ഞാൽ മക്കൾക്ക് ചോദിച്ചാൽ പറയും ബാപ്പാക്ക് അങ്ങനെ കിട്ടിയല്ലേ, നമ്മൾ കളഞ്ഞ അങ്ങനെ ഉണ്ട്. നേരെ മറിച്ച് ബാപ്പ വൈകുന്നേരം കഷ്ടപ്പെട്ട് കയറി വരുന്ന ബാപ്പാന്റെ കഷ്ടപ്പാട് അറിയും.
അപ്പോൾ ഒരു പൈസ വെറുതെ കളയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ക്ലാസ് മുറിയിൽ ഒരു 10 രൂപ വീണു പോയാൽ ആ ദിവസം മുഴുവനും കരയും. എന്തുകൊണ്ട്? വാപ്പ കഷ്ടപ്പെട്ടു. ഗൾഫിൽ നിന്നോ 1000 രൂപ വാപ്പാണ് നഷ്ടപ്പെട്ടു, കരയില്ല. എന്തുകൊണ്ട്? ഒരു ഫോൺ ചെയ്ത അടുത്ത 1000 വരും. ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാട് വാപ്പക്കാരുണ്ടാവും, മക്കൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹൃദയബന്ധം ഇവർ തമ്മിലില്ല. വാപ്പാക്ക് അങ്ങനെ കിട്ടുന്നല്ലേ, നമ്മൾ എന്ത് പ്രശ്നം? ഭാര്യയുടെ കിടപ്പ് മുറി നിന്നെ മറക്കുകയില്ല, മക്കളുടെ മനസ്സ് നിന്നെ മറക്കുകയില്ല. ഒരു ലേശം മീനോ ഇറച്ചിയോ വാങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ബാപ്പയെ മക്കൾ മറക്കൂല. എന്തുകൊണ്ട്? ബാപ്പ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതാണ് മക്കൾക്ക്. ചിന്തിക്കണം. അപ്പൊ എന്താ അവിടെ വിഷയം മർമ്മം മനസ്സിലാക്കണം. എന്താ മർമ്മം? ഒരു മനുഷ്യന്റെ മർമ്മം എന്നാൽ 3 കാര്യമാണ്. 1 ഇസ്ലാം, 2 ആഫിയ, 3 മനസ്സ് നിറയുന്ന ജീവിതം. അതാണ് എങ്ങനെയാ മനസ്സ് നിറയുന്ന ജീവിതം. അതെങ്ങനെയാണെന്ന് ഓരോരുത്തർ ആലോചിച്ചോളൂ. എങ്ങനെയാണ് മനസ്സ് നിറയുന്ന ജീവിതം? വീട്ടിൽ രോഗങ്ങളൊന്നും ഇല്ല, കാര്യമായ ആർക്കും രോഗമില്ല. ഇനി ഒരാൾക്ക് രോഗം വന്നാൽ വേറൊരാൾ കൈത്താങ്ങിന് എമ്പാടുണ്ട്, അത് പ്രശ്നമില്ല. ഇനി അനിവാര്യമായ രോഗം വന്നു എന്നാലും അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മറ്റുള്ളവരെ കൈത്താങ്ങ് വെച്ചു കൊടുത്താലും മതി. എങ്കിൽ എന്താ സന്തോഷം? പിന്നെ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും മന്തിയും ഉണ്ടാകും, അതൊന്നും നമ്മളെ വീട്ടിലില്ല. അത് എല്ലാ ദിവസമൊന്നും ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു മന്തിക്ക് കുറവുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ആഴ്ചയിൽ എന്തെങ്കിലും ഒരു വിശിഷ്ട ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ വിട്ടുപോകും. കിണറ്റിൽ നല്ല വെള്ളമുണ്ട്, വെള്ളം അതൊന്നും കൊണ്ടുവരണ്ട. അല്ലാഹു തആല നിറച്ച് വെള്ളം കൊടുത്തു. ചെറിയ വീടാണെങ്കിലും സന്തോഷം, നല്ല റാഹത്ത്. അയൽക്കാര് സന്തോഷം, കുടുംബക്കാര് എപ്പോഴും അവരെ പറ്റി പറയും, നല്ല കുടുംബം, സന്തോഷം. ഇത് ഈ 3 കാര്യം ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ജീവിതം ലഭിച്ചു കഴിഞ്ഞ് പിന്നെ എന്തിന് വേവലാതിപ്പെടണം? കിട്ടിയില്ലേ? ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യണം. ഈ ദുആനെ പറ്റി ഞാൻ പിന്നീട് ഒരു പ്രസംഗിക്കും. ഇതൊന്നും അല്ലാത്തൊരു വിശദമായ ദുആ എങ്ങനെയൊക്കെയാണ് പിന്നീട്, ദുആയെ പറ്റി പിന്നീട് ഒരു വിശാലമായ ചർച്ച ഇന്ന് ഒരിക്കൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം ഇപ്പോൾ നമ്മൾ റബ്ബിന്റെ സഹായത്താൽ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നമുക്ക് നിഅമത്തിനെ തുറന്നു തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. അള്ളാഹുവോട് ചോദിക്കണം. എന്നാൽ എന്ത് ചോദിക്കണം എന്ന് പഠിക്കണം. ഇമാം ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഉദ്ദത്തുസ് സ്വാബിരീൻ വദഖീറത്തുശ് ശാകിരീൻ എന്ന ഗ്രന്ഥത്തിൽ വഹബ് ഇബ്നു മുനബ്ബഹിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ പ്രാർത്ഥിക്കണം. 1 ഇസ്ലാം, അതൊരിക്കലും മറക്കരുത്, 1ാം കാറ്റഗറി. 2 ആഫിയ, 3 മനസ്സ് നിറയുള്ള ജീവിതം. ഗിന എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല, മനസ്സ് നിറയുന്ന ജീവിതം. മര്യാദക്ക് ഒരു പണിയുണ്ട്, കൂടുതൽ കിട്ടിക്കോട്ടെ, പക്ഷെ മനസ്സ് നിറയണം. കൂടുതൽ കിട്ടിയപ്പോഴത്തേനും മനസ്സ് നഷ്ടപ്പെട്ടു വരുത്, അങ്ങനെ ആവരുത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു പ്രഭു വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയൊരു കച്ചവടക്കാരനായ പ്രഭുവായിരുന്നു. പക്ഷെ അയാൾ യൂറോപ്പിൽ നടക്കുന്നൊരു കഥയാണ്. അയാൾ രാവിലെ കുതിരവണ്ടിയിൽ പോകും, രാത്രി 1 മണി 2 മണി ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് 2 മണിക്ക് കുതിരവണ്ടി ഇങ്ങനെ കിലുക്കി ബംഗ്ലാവിൻ്റെ മുറ്റത്തിൽ. ഭാര്യ അപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടാവും. അയാൾ അപ്പോഴത്തേനും അയാൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ഭാര്യക്ക് കൂടെ കഴിക്കൂല. നേരെ മുഴുത്ത പിന്നെയും ഒരു കുളിയിൽ അയാൾ നേരെ ബംഗ്ലാവിന്റെ മുട്ടുപ്പാവിൽ നിന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്ത് ദരിദ്രന്റെ വീടുണ്ടായിരുന്നു. അവിടെ ആയാലും അവിടെ ദരിദ്രൻ നേരെ പെടുത്താൽ കൂലിപ്പണിക്കൂ 5 മണിക്ക് തിരിച്ചു. പിന്നെ ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കും. തമാശ കളി, അങ്ങോട്ട് നുള്ളുന്നു, ഇങ്ങോട്ട് പിച്ചുന്നു, കുട്ടികൾ ഓടുന്നു, അച്ഛൻ പിന്നാലെ കൂടുന്നു, അമ്മ ചിരിക്കുന്നു. അതിനിടയിൽ ആരെങ്കിലും പാട്ട്, സംഗീതം, എന്തൊക്കെ വലിയ രസം. അങ്ങനെ ഒരു ദിവസം രാത്രി ഏറെ വൈകി വന്നപ്പോൾ ഇവര് ഇരുന്ന് കുഴങ്ങി അങ്ങനെ കിടന്നപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ മതിലൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം?
നമുക്ക് ഇത്രയേറെ സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? നമ്മളെ ബംഗ്ലാവ് നോക്കിയാൽ ഇന്ന ദരിദ്രന്റെ വീടില്ലേ, അവരുടെ ഒരു സന്തോഷം എത്രയാ, അവരുടെ ജീവിതത്തിലെ സന്തോഷം, അങ്ങനത്തെ ആനന്ദവും സന്തോഷവും നമ്മളെ ഈ പുരയിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ മുതലുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ പ്രഭു പറഞ്ഞു, എന്നാൽ അവന്റെ സന്തോഷം ഒരു ദിവസം കൊണ്ട് ഞാൻ ഇല്ലാതാക്കാം. നീ അവനോട് നാളെ രാവിലെ ഞാൻ എണീക്കുമ്പോഴത്തേന് അതിരാവിലെ പോയിട്ട് അവനോട് ഇന്ന് എൻ്റെ അടുത്ത് വരെ വരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭു എന്ത് ചെയ്ത് പോയി. പ്രഭു എന്നെ വിളിക്കുന്നുണ്ട്. അതിരാവിലെ അയാൾ കണ്ണും തിരുമ്പി വന്നു. എൻ്റെ പറഞ്ഞു, നീ ഇങ്ങനെ കൂലിപ്പണിയെടുത്ത് ജീവിച്ചാൽ പോരാ, നീ എൻ്റെ അയൽക്കാരനല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് ടൗണിൽ ഒരു കച്ചവടം തുടങ്ങിത്തരാം. മുറി ഞാൻ തന്നെ വാടക എടുക്കാം, ഞാൻ തന്നെ കച്ചവടം പൈസ തരാം, ഞാൻ തന്നെ ക്യാപിറ്റൽ മൂലധനം മുടക്കാം, നീ നല്ലൊരു കച്ചവടം നോക്കാം. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ നേരെ വീട്ടിൽ പോയി പറഞ്ഞ്, ഭാര്യ തുള്ളിച്ചാടി, മക്കൾ തുള്ളിച്ചാടി, ഇന്നു മുതൽ നമ്മൾ വലിയ മുതൽമാരാവാൻ പോവാ, ടൗണിൽ കച്ചവടം വെച്ച് തരാം നമ്മളെ പ്രഭു, നമ്മളെ സ്വന്തം കച്ചവടം, പ്രഭുവിനൊന്നും കൊടുക്കണ്ട, എല്ലാം ലാഭം നമുക്ക്. അങ്ങനെ പ്രഭുവും ഇവനും കുതിരവണ്ടി പോയി കച്ചവട സ്ഥാപനം നോക്കി, വാടക എടുത്തു, സാധനങ്ങൾ വാങ്ങി നിറച്ചു, കച്ചവടം. പിറ്റേ ദിവസം രാത്രി വൈകി വന്നപ്പോൾ പ്രഭു ചോദിച്ചു, അയൽവാസിയുടെ വീട്ടിലത്തെ കാര്യം ഉണ്ട്? ഒന്നും കേട്ടില്ല, ഒരു ഒച്ചയും വിളിയൊന്നും കേൾക്കുന്നില്ല. അപ്പൊ പറഞ്ഞേ, ഇനി കേൾക്കൂല, ഇനി കേൾക്കൂ. ഇനി അവന്റെ വീട്ടിലെ പാട്ടും സംഗീതവും കേട്ട് നിനക്ക് അസൂയപ്പെടേണ്ടിയില്ല. എന്തുകൊണ്ട്? അവന് പണത്തോടുള്ള മോഹം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇനി അവന്റെ വീട്ടിൽ സംഗീതവും ഇനി അവന്റെ വീട്ടിൽ പാട്ടും ഉണ്ടാവില്ല. ഇതാ ജീവിതം. ഇത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു യൂറോപ്യൻ കഥ വായിച്ചതാണ്. എന്നോ ഒരു 30 കൊല്ലം മുമ്പ് വായിച്ചതാണ്. വലിയ പാടാ. അതുപോലത്തെ ഒരു പാഠം എന്താ ജീവിതത്തില്? അതുകൊണ്ട് ഖിന എന്ന് പറഞ്ഞാൽ സമ്പത്തിന് അർത്ഥം വെക്കരുത്. ഒരു മനുഷ്യന്റെ ഭാഗ്യങ്ങൾ 3 അവൻ തേടേണ്ടതും 3. 1 ഇസ്ലാം, 2 ആഫിയ, 3 ഖിന. എന്താ ഖിന? ഖിനയ്ക്ക് പലരും സമ്പത്തിന് അർത്ഥം വെക്കും. ഇവിടെ അതിന് സമ്പത്ത് എന്നല്ല അർത്ഥം. എന്താ അർത്ഥം? മനസ്സ് നിറയുന്ന ജീവിതം, മനസ്സിന്റെ സന്തോഷം നിറയുന്ന ജീവിതം. ബാപ്പ മരിച്ചു, മക്കൾക്ക് സന്തോഷം. എന്തുകൊണ്ട്? ദുഃഖമൊക്കെ ഉണ്ടായി, എന്നാലും ബാപ്പാന്റെ കാര്യത്തിൽ സന്തോഷം. എന്തുകൊണ്ട്? ബാപ്പാക്ക് നിസ്കാരം കളയില്ല, ബാപ്പാക്കൊരു ഓത്ത് കളയില്ല, ബാപ്പാക്കൊരു അക്രമം ബാപ്പ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ബാപ്പാനെ കാര്യം സന്തോഷിക്കാൻ എന്ന് ബാപ്പാനെ പറ്റൊരു ജീവിതം നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങനെ? നേരെ മറിച്ചോ തിരിച്ചാണെങ്കിലും ആരാൻ്റെ മുഴുവൻ മാന്തി, ആരാനെ മുഴുവൻ പറ്റിച്ച് ജീവിച്ച ബാപ്പ സമ്പത്ത് ഓരി വെക്കുന്ന മക്കൾക്ക് ബാപ്പയെ പറ്റി എന്ത് നല്ല അഭിപ്രായമുള്ളത്? അവർ ബാപ്പ ജീവിച്ച കാലത്ത് എന്ത് സന്തോഷമുള്ളത്? അതുകൊണ്ട് മനുഷ്യന് വേണ്ട നിഅമത്തുകളുടെ പ്രധാനപ്പെട്ടത് 3 1 ഇസ്ലാം, 2 ആഫിയത്ത്, 3 മനസ്സ് നിറയുന്ന ഒരു ജീവിതവും. ഇതിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.